നമസ്കാരം, സുപ്രീം വോയിസ് ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരി ശ്രീനാരായണ ഗുരുദേവന്റെ 171ാമത് ഗുരുദേവ ജയന്തി ആഘോഷിച്ചു. നാടിന് പാലിയേറ്റീവ് വാഹനം സമർപ്പിച്ച് ചുള്ളിക്കാട് റെഡ് ബോയ്സ് യുവജന കൂട്ടായ്മ. കയ്പമംഗലത്ത് വഴിയമ്പലത്ത് കാർ AC മെക്കാനിക് കുഴഞ്ഞു വീണ് മരിച്ചു. വടക്കാഞ്ചേരി ശ്രീനാരായണ ഗുരുദേവന്റെ 171ാമത് ഗുരുദേവ ജയന്തി ആഘോഷിച്ചു. ശ്രീനാരായണ ഗുരുദേവന്റെ 171ാമത് ജയന്തി ആഘോഷം തലപ്പള്ളി SNDP യൂണിയന്റെ നേതൃത്വത്തിൽ വിപുലമായി ആഘോഷിച്ചു. യൂണിയന്റെ കീഴിലുള്ള 50 ശാഖായോഗങ്ങളിലേക്ക് ഗുരുദേവ സന്ദേശ വാഹന വിളംബര ജാഥയും അതിനുശേഷം വടക്കാഞ്ചേരിയിൽ നിന്ന് ആരംഭിച്ച് പാർലിക്കാട് ശ്രീനാരായണ ഹാൾ വരെ ആയിരക്കണക്കിന് പീതാംബര വർണ്ണധാരികൾ അണിനിരുന്ന ഘോഷയാത്രയും തുടർന്ന് ജയന്തി പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. സമ്മേളനം ജില്ലാ ജഡ്ജി ശ്രീ AM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ദേവന്റെ 171ാം ജയന്തി ആഘോഷം ഇന്ന് കേരള സംസ്ഥാനത്തിനകത്ത് എല്ലാ താലൂക്കുകളിലും ആഘോഷിക്കപ്പെടുകയാണ്. ചിങ്ങമാസം 1-ാം തീയതി മുതൽ ചതയ ദിനം വരെ അതിൻ്റെ ആഘോഷ പരിപാടികൾ നീണ്ടു നിൽക്കുന്നു. ഇന്ന് അതിൻ്റെ ഭാഗമായി SNDP യോഗം തലപ്പള്ളി താലൂക്ക് യൂണിയൻ ഇന്നിവിടെ 171ാം ഗുരുദേവ ജയന്തി ആഘോഷം സംഘടിപ്പിക്കുകയാണ്. SNDP യോഗം ഡയറക്ടർ ബോർഡ് അംഗം ശ്രീ VV ശിവദാസൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യൂണിയൻ സെക്രട്ടറി TR രാജേഷ് സ്വാഗതവും യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് ബിനു ശശി നന്ദിയും പറഞ്ഞു. യോഗത്തിൽ വെച്ച് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ പുരസ്കാരങ്ങളും ഘോഷയാത്രയിൽ പങ്കെടുത്ത ശാഖായോഗങ്ങൾക്ക് അവാർഡ് നൽകുകയും ചെയ്തു. നാടിന് പാലിയേറ്റീവ് വാഹനം സമർപ്പിച്ച് ചുള്ളിക്കാട് റെഡ് ബോയ്സ് യുവജന കൂട്ടായ്മ. നാടിന് പാലിയേറ്റീവ് വാഹനം സമർപ്പിച്ച് ചുള്ളിക്കാട് റെഡ് ബോയ്സ് യുവജന കൂട്ടായ്മ അത്യാഹിത ഘട്ടങ്ങളിൽ രോഗികൾക്ക് തുണയായി അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിനായി ചുള്ളിക്കാട് റെഡ് ബോയ്സ് യുവജന കൂട്ടായ്മ പാലിയേറ്റീവ് വാഹനം നാടിന് സമർപ്പിച്ചു. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി ഫ്ലാഗ് ഓഫ് ചെയ്തു. ഇപ്പൊ നമ്മുടെ ഓട്ടുപാറ ആശുപത്രിയിലെ അങ്ങനെ വരുന്ന പകർച്ചവ്യാധികൾ ഉണ്ടായാൽ അവരെ പരിപാലിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട വാർഡ് തന്നെ ഏകദേശം 1.5 കോടി രൂപ ചെലവഴിച്ച് എല്ലാ സംവിധാനങ്ങളോടും കൂടി രൂപപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു വാർഡ് അത് നമ്മുടെ നേരത്തെ നമ്മൾ കൊറോണയ്ക്ക് വാക്സിനൊക്കെ എടുക്കാൻ വേണ്ടി പോയ TB റോട്ടിലേക്ക് കയറിയിട്ടുള്ള സ്ഥലത്താണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഓട്ടുപാറ ആശുപത്രിയിൽ തന്നെ സ്വന്തമായി ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള ഒരു പുതിയ ഓക്സിജൻ പ്ലാന്റ് 1 കോടി രൂപയ്ക്ക് വന്നു. അപ്പൊ ഐസൊലേഷൻ വാർഡും ഓക്സിജൻ പ്ലാന്റും ഒക്കെ നാം രൂപപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും ചിലപ്പോ ഇപ്പോ നമുക്കത് ഉപകാരപ്രദമല്ല എന്ന് വരും. പക്ഷെ അത് അങ്ങനെ സർക്കാർ രംഗത്ത് തയ്യാറാക്കി നിർത്തുക എന്നത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. ഡിവിഷൻ കൗൺസിലർ CV മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ, DYFI യൂണിറ്റ് സെക്രട്ടറി ഷാഹിദ് AM, TM ഷക്കീർ, പ്രകാശൻ KM, മൊയ്തീൻ AM, റഷീദ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. മുസ്തഫ CK സ്വാഗതവും അഖിൽ OO നന്ദിയും പറഞ്ഞു. കയ്പമംഗലം വഴിയമ്പലത്ത് കാർ AC മെക്കാനിക് കുഴഞ്ഞു വീണ് മരിച്ചു. കയ്പമംഗലം വഴിയമ്പലത്ത് കാർ AC മെക്കാനിക് കുഴഞ്ഞു വീണ് മരിച്ചു. കാളമുറി കിഴക്ക് ഭാഗത്ത് താമസിക്കുന്ന തിണ്ടിക്കൽ 70 വയസ്സുള്ള മുഹമ്മദാണ് മരിച്ചത്. ഇന്ന് വൈകിട്ട് 4:30 വഴിയമ്പലം സെന്ററിലുള്ള ഇദ്ദേഹത്തിന്റെ വർക്ക്ഷോപ്പിന് മുന്നിലാണ് ഇദ്ദേഹം വീണ് കിടക്കുന്ന നിലയിൽ കണ്ടത്. ഉടൻ തന്നെ സ്ഥലത്തുണ്ടായിരുന്നവരും ഫസ്റ്റ് എയ്ഡ് ആംബുലൻസ് പ്രവർത്തകരും പോലീസും ചേർന്ന് ആംബുലൻസിൽ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതിയ GST നിരക്ക് കേരളത്തിന് നഷ്ടം 10,000 കോടിയെന്ന് KN ബാലഗോപാൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച പുതിയ GST നിരക്കുകൾ നിലവിൽ വരുന്നതോടെ കേരളത്തിന് വർഷം 8,000 കോടി രൂപ മുതൽ 10,000 കോടി രൂപ വരെ വരുമാന നഷ്ടമുണ്ടാകുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. GST നിരക്കുകൾ കുറച്ചതിൽ തെറ്റില്ല. എന്നാൽ നികുതി കുറഞ്ഞതിന്റെ ഗുണഫലം ഉപഭോക്താക്കൾക്ക് കിട്ടുന്നുവെന്ന് ഉറപ്പുവരുത്തണം. അതല്ലാതെ കമ്പനികൾക്ക് നേട്ടമുണ്ടാകുന്ന സാഹചര്യമുണ്ടാകരുത്. പുതിയ നിരക്കുകൾ നിലവിൽ വരുമ്പോഴുണ്ടാകുന്ന വരുമാന നഷ്ടം നികത്തണമെന്ന സംസ്ഥാനങ്ങളുടെ ആവശ്യത്തോട് കേന്ദ്രം മുഖം തിരിച്ചു. യോഗത്തിൽ
ഇക്കാര്യം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ഒരുറപ്പും കേന്ദ്രം നൽകിയില്ല. എതിർപ്പുണ്ടെങ്കിൽ വോട്ടിലേക്ക് നീങ്ങിക്കോളൂ എന്ന ധിക്കാരപരമായ സമീപനമാണ് കേന്ദ്രം സ്വീകരിച്ചത്. GST കൗൺസിൽ എന്നത് പാർലമെന്റിനോ നിയമസഭയോ പോലുള്ള വേദിയല്ല. അതിൽ ഭരണപക്ഷവും പ്രതിപക്ഷവുമില്ല, കേന്ദ്രവും സംസ്ഥാനങ്ങളുമാണുള്ളത്. എന്നാൽ അത്തരമൊരു സമീപനമല്ല കേന്ദ്രം സ്വീകരിച്ചത്. ആരുടെയോ നിർദ്ദേശം പോലെ തീരുമാനം അടിച്ചേൽപ്പിച്ചു. അതിൽ പ്രതിഷേധം ശക്തമായി രേഖപ്പെടുത്തി. ഇടവേള. തൃശൂരിലെ പ്രശസ്തമായ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി ഇപ്പോൾ വടക്കാഞ്ചേരിയിലും. ആരോഗ്യരംഗത്ത് 40 വർഷത്തിലേറെ പാരമ്പര്യം, 400-ൽ പരം ടെസ്റ്റുകൾ, 250ഓളം ലാബുകൾ, 1500 പേഷ്യന്റ് സർവീസ് സെന്ററുകൾ, കൃത്യതയാർന്ന രോഗനിർണയം, എല്ലാ ഡോക്ടർമാരും വിശ്വാസം അർപ്പിക്കുന്ന റിപ്പോർട്ടുകൾ. ഓട്ടുപാറയിൽ ഞങ്ങൾക്ക് മറ്റു ബ്രാഞ്ചുകളില്ല. സുധർമ്മ മെട്രോപോളിസ്, കോടതിക്ക് പിൻവശം, ഗണപതി കോംപ്ലക്സ്, ഗേൾസ് ഹൈസ്കൂൾ റോഡ്, വടക്കാഞ്ചേരി. കോൺടാക്ട് 7012712910. തിരികെ വാർത്തകളിലേക്ക്. പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറെ മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് ഷൊർണൂരിൽ പോലീസുകാരനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പട്ടാമ്പി ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ അർജുനാണ് മരിച്ചത്. ഷൊർണൂർ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള കെട്ടിടത്തിന് താഴെയാണ് ഇന്ന് രാവിലെ മൃതദേഹം കണ്ടത്. പാലക്കാട് കൊടുന്തിരപ്പള്ളി സ്വദേശിയാണ് അർജുൻ. ഷൊർണൂർ പോലീസ് ക്വാർട്ടേഴ്സിലാണ് ഇയാൾ താമസിക്കുന്നത്. സംഭവത്തെ തുടർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. മരണകാരണം വ്യക്തമല്ല. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തും. വിശദ പരിശോധനയ്ക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റും. ഗുരുദേവന്റെ 171-ാം ജയന്തി ദിനാഘോഷത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി ശാഖയുടെ നേതൃത്വത്തിൽ പാലട പായസ വിതരണം നടന്നു. ഗുരുദേവന്റെ 171-ാം ജയന്തി ദിനാഘോഷത്തോടനുബന്ധിച്ച് ശാഖയുടെ നേതൃത്വത്തിൽ പാലട പായസ വിതരണം നടന്നു. ശാഖ വൈസ് പ്രസിഡന്റ് CG ശശി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സേവനരംഗത്ത് പല കാരുണ്യ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം വഹിച്ച ഐശ്വര്യ സുരേഷ്, ശാഖ എക്സിക്യൂട്ടീവ് അംഗം PA കുമാരനെ പാലട പായസം നൽകി ഉദ്ഘാടനം ചെയ്തു. 10,000 രൂപ, അതിപ്പോൾ 17 വർഷമായി നമ്മൾ തുടങ്ങിയ കാര്യങ്ങളൊന്നും നിർത്താണ്ട് ഇതേപോലെ പോകാനായിട്ട് സർവേശ്വരൻ്റെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ഇരിക്കുന്ന വത്സൻ്റെ ഭാര്യ ഉണ്ട് ഇവിടെ. അവർക്കൊക്കെ എന്നെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഇവരുടെ മെഴുതിരി കമ്പനിയുടെ ഫോട്ടോ അടന്നു എനിക്ക് അത് അവർ ഇന്നെ മാത്രമേ വിളിച്ചിരുന്നുള്ളൂ. അങ്ങനെ താഴെ തട്ടിലുള്ള ഓരോ ആൾക്കാരുടെയും ദയാകാരുണ്യാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കണത്. അപ്പോൾ നമ്മുടെ മുന്നിലും വന്ന് നിൽക്കുന്ന ആൾക്കാരനൊക്കെ ഞാൻ ഉന്നാൽ പറ്റാവുന്ന രീതിയിൽ ഞാൻ സഹായിക്കാറുണ്ട്. ശാഖാ സെക്രട്ടറി സുഭാഷ് പുഴയ്ക്കൽ സ്വാഗതവും വനിതാ സംഘം സെക്രട്ടറി PK ശോഭ നന്ദിയും പറഞ്ഞു. ആശംസാ പ്രാസംഗികരായി വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു മനോജ്, എക്സിക്യൂട്ടീവ് അംഗം R രവി പ്രസംഗിച്ചു. മുൻ സെക്രട്ടറി TR സജിത്, മൈക്രോ യൂണിറ്റ് കൺവീനർ ജയന്തി മോഹനൻ, കമലം പ്രഭാകരൻ, ഷീല വത്സൻ, ഷീബ മോഹനൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ഏകദേശം 500ഓളം പേർക്ക് പായസം വിതരണം ചെയ്തു. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഒരു കാരണവശാലും പങ്കെടുക്കില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. സംഗമത്തിലേക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ക്ഷണിച്ചിരുന്നു എന്ന ചോദ്യത്തിന് അദ്ദേഹം തന്നെ ഉത്തരം പറയട്ടെന്നായിരുന്നു മറുപടി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന പരാതി. ബംഗളൂരുവിലെ ആശുപത്രിയിൽ നിന്ന് നിർണായക വിവരം ലഭിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന പരാതികൾ അന്വേഷിക്കുന്ന അന്വേഷക സംഘത്തിന് ബംഗളൂരു ആശുപത്രി അധികൃതരിൽ നിന്ന് നിർണായക രേഖകൾ ലഭിച്ചതായി വിവരം. കൂടുതൽ അന്വേഷണത്തിനായി സംഘം ഉടൻ ബംഗളൂരുവിലേക്ക് പോകും. 2 യുവതികളാണ് ഗർഭഛിദ്രത്തിന് വിധേയരായത്. ഇതിലൊരാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തിയത് ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലാണ്. ഈ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ യുവതിയിൽ നിന്ന് പോലീസ് നേരിട്ട് മൊഴിയെടുക്കും. രാഹുലിനെതിരെ യുവതി മൊഴി നൽകിയാൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തും. അതിജീവിതമാരെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും കേസിൽ നിന്ന് രക്ഷപ്പെടാൻ രാഹുൽ മാങ്കൂട്ടത്തിലും അനുയായികളും ശ്രമിക്കുന്നതായും സൂചന ലഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പരാതി ലഭിച്ചാൽ നടപടിയെടുക്കുമെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചു. നിർബന്ധിത ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കുന്ന വിധത്തിൽ സന്ദേശം അയച്ചു. ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തി സ്ത്രീകളെ സമൂഹ മാധ്യമങ്ങൾ വഴി പിന്തുടർന്ന് ശല്യം ചെയ്തു. സ്ത്രീകൾക്ക് മാനസിക വേദനയ്ക്ക് ഇടയാക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയ കുറ്റം ചുമത്തിയാണ് രാഹുലിനെതിരെ കേസെടുത്തിരിക്കുന്നത്. BJP ശ്രീനാരായണ ഗുരുവിനെ തരം താഴ്ത്തിയെന്ന് വെള്ളാപ്പള്ളി നടേശൻ. ശ്രീനാരായണ ഗുരുജയന്തി ദിനം ആഘോഷിക്കാൻ OBC മോർച്ചയെ ചുമതലപ്പെടുത്തിയ BJPയുടെ നടപടി അപഹാസ്യവും പ്രതിഷേധാർഹവുമാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഗുരു പ്രത്യേക വിഭാഗത്തിന്റെ ആളായിരുന്നില്ല. അങ്ങനെയുള്ള ഗുരുവിനെ ഒരു മോർച്ചയിലേക്ക് തരം താഴ്ത്തുകയാണ് ചെയ്തത്. ഇങ്ങനെ കാണുകയും ചിന്തിക്കുകയും അതിനായി ചിലരെ ചുമതലപ്പെടുത്തുകയും ചെയ്തത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഇതിന് മറുപടി പറയണം. ഇതിലേക്ക് നയിച്ച ബുദ്ധി ആരുടേതാണെന്ന് മനസ്സിലാക്കുന്നില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. NIRF പട്ടികയിൽ അഭിമാന നേട്ടം. മന്ത്രി R ബിന്ദു.
രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അക്കാദമിക പ്രവർത്തന മികവും പുരോഗതിയും പരിശോധിക്കുന്ന NIRF റാങ്കിങ്ങിൽ കേരളം കൈവരിച്ചത് അഭിമാനാർഹമായ നേട്ടമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളം നടത്തിയ മികച്ച ഇടപെടലിന്റെ ഫലമാണിത്. പഠന പരീക്ഷാ മൂല്യനിർണ്ണയ രീതികളിൽ സമഗ്രമായ മാറ്റം കൊണ്ടുവന്നും തൊഴിലിനും നൈപുണ്യക്കും ഗവേഷണത്തിനും മികച്ച പരിഗണന നൽകിയും കേരളം നടപ്പിലാക്കിയ 4 വർഷ ബിരുദ പ്രോഗ്രാം ഈ നേട്ടത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. ഒട്ടേറെ പ്രതിസന്ധികൾ നിലനിന്നിരുന്ന ഈ കാലഘട്ടത്തിലും മികച്ച നേട്ടം കൈവരിക്കാനായത് കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ്. വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം, അധ്യാപക വിദ്യാർത്ഥി അനുപാതം, സ്ഥിരം അധ്യാപകരുടെ അക്കാദമിക മികവും ഗവേഷണപരമായ പരിചയസമ്പത്തും സാമ്പത്തിക സ്രോതസ്സും വിനിമയ രീതിയും ഗവേഷണ പ്രസിദ്ധീകരണ നേട്ടങ്ങളും അവയുടെ ഗുണനിലവാരവും ഗവേഷണ പ്രോജക്റ്റുകളുടെ എണ്ണം, പരീക്ഷ നടത്തിപ്പും ഫലപ്രഖ്യാപനവും, ഗവേഷണ ബിരുദങ്ങളുടെ എണ്ണം, ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം, വിദ്യാർത്ഥികളുടെ തൊഴിൽ സാധ്യതകൾ, കലാ കായിക മേഖലകളിലെ നേട്ടങ്ങൾ, ദേശീയവും അന്തർദേശീയവുമായ ബഹുമതികൾ, വിവിധ പഠന അനുബന്ധ മേഖലകളിലുള്ള വനിതാ പ്രാതിനിധ്യം, സാമ്പത്തിക സാമൂഹിക പിന്നോക്കാവസ്ഥയിലുള്ള വിദ്യാർത്ഥികൾക്കുള്ള സൗകര്യങ്ങളും സഹായങ്ങളും, വിദ്യാർത്ഥി സൗഹൃദ പഠന അന്തരീക്ഷം, ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കുന്ന സംവിധാനങ്ങൾ മുതലായവ വിലയിരുത്തിയാണ് റാങ്കിംഗ് നിർണ്ണയിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. വടക്കാഞ്ചേരി ശ്രീനാരായണ ഗുരുദേവന്റെ 171ാമത് ഗുരുദേവ ജയന്തി ആഘോഷിച്ചു. നാടിന് പാലിയേറ്റീവ് വാഹനം സമർപ്പിച്ച് ചുള്ളിക്കാട് റെഡ് ബോയ്സ് യുവജന കൂട്ടായ്മ. കയ്പമംഗലത്ത് വഴിയമ്പലത്ത് കാർ AC മെക്കാനിക് കുഴഞ്ഞു വീണ് മരിച്ചു. ഇതോടുകൂടി വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.